ഇന്നത്തെ റെസിപ്പി വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. അപ്പോൾ ഈ ഒരു മുട്ടക്കറി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും തയ്യാറാക്കി നോക്കണം, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാനുള്ള ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 3 കഷ്ണം ഏലക്കായി, 3 കഷ്ണം ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി കിടന്നിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മളിതിലേക്ക് ചേർത്ത തക്കാളി നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ വിട്ടിരിക്കും. അപ്പോൾ ഈ തൊലി ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം വേണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ തക്കാളിയുടെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ തിളപ്പിച്ചെടുത്ത വെള്ളം കളയുന്നില്ല കേട്ടോ. ഈ ഒരു വെള്ളം സൂക്ഷിച്ച് വെച്ചിട്ട് മുട്ടക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം നമ്മൾ ഈ ഒരു വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 3 സവാള കൊത്തി എരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചൂട് കൂടിയപ്പോൾ ക്യാമറ ഓഫായി പോയതുകൊണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ക്ഷമിക്കണം. ഈ സവാളയിലേക്ക് 2 വഴനയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ബ്രൗൺ കളറിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് എണ്ണ തിരിയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത അരപ്പ് മൂത്തിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം എടുത്തിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഫുള്ളായിട്ട് കിട്ടും. ഇതിലേക്ക് തേങ്ങാപ്പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആ ഒരു പേസ്റ്റ് അരച്ച് ചേർത്തുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിരിക്കും ഉണ്ടാവുന്നത്. ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ കസൂരി മേത്തി ചേർത്താൽ നല്ലൊരു മണമൊക്കെ കിട്ടും നമ്മുടെ മുട്ടക്കറിക്ക്. അപ്പോൾ കൂടിപ്പോവരുത്, കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ചുവ ഉണ്ടാവും. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മുട്ട പുഴുങ്ങിയതിന് ശേഷം മുറിച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റും കൂടി തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മുട്ടക്കറി തയ്യാറായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മുട്ടക്കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിനി മുട്ടക്കറി വെക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. താങ്ക്